ഹായ് അങ്ങനെ അടുത്തൊരു വ്യാഴം വെള്ളി ദിവസങ്ങൾ വരാൻ പോവുകയാണ്. തിയേറ്ററുകളിൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസം മെയ് മാസം 15, 16 തീയതികളിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 10ഓളം റിലീസുകളാണ്, 10 സിനിമകളാണ് ഈ ഒരു 2 ദിവസങ്ങൾ, ഈ ഒരാഴ്ച തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. മലയാളത്തിൽ തന്നെ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ്റെ തുടരെന്ന് പറഞ്ഞ സിനിമ. അതുകൂടാതെ ദിലീപേട്ടൻ്റെ പ്രിൻസ് ഉണ്ട്, പിന്നെ പടക്കളുണ്ട്, അതുപോലെ തന്നെ ആസിഫ് അലിയുടെ സർക്കിട്ട് ഉണ്ട്. ഈ സിനിമകളൊക്കെ തിയേറ്ററുകളിൽ പോസിറ്റീവ് അഭിപ്രായങ്ങളൊക്കെ നേടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇനിയും 10 സിനിമകൾ, മലയാളത്തിൽ തന്നെ 4-5 സിനിമകൾ പിന്നെ നാളെ മറ്റന്നാളായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാത്തിനും കൂടി തിയേറ്ററുകളുടെ എണ്ണം തികയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് കാണാൻ നമുക്ക്. എന്തായാലും ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിയിലെ അവസാനത്തെ സിനിമ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ ഒരു സിനിമ മെയ് മാസം 17-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസിയിലെ 6ാമത്തെ ചാപ്റ്ററായ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന് പറഞ്ഞ സിനിമ മെയ് മാസം 15-ാം തീയതിയാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ഫാമിലി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. മാമൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൂര്യ, അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മെയ് മാസം 16-ാം തീയതി തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ്. ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 11 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നവീൻ ചന്ദ്ര, അഭിരാമി എന്നിവരൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. മെയ് മാസം 16-ാം തീയതിയാണ് ഈ സിനിമയും റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ദില്ലിക്കു ദുക്കുടു എന്ന സിനിമയുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. വിവേക്, ദീപിക തിവാരി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ മെയ് മാസം 16-ാം തീയതി തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത മലയാളത്തിലുള്ള സിനിമയാണ്. വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ, ലിജോമോൾ ജോസ്, പ്രിയംവദ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സംശയം എന്ന് പറഞ്ഞ സിനിമ. മെയ് മാസം 16-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. റാസ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൈലാഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മെയ് മാസം 16-ാം തീയതിയാണ് ഈ ഒരു ലോ ബഡ്ജറ്റ് മൂവി റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ലോ ബഡ്ജറ്റ് മൂവി തന്നെയാണ്. ബാക്ക് ബെഞ്ചേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ മെയ് മാസം 16-ാം തീയതിയാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കോമഡി, റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. ഒരു വടക്കൻ പ്രണയ പർവ്വം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു വടക്കൻ പ്രണയ പർവ്വം. സൂരജ് സണ്ണ്, ശബരീഷ് വർമ്മ, അഞ്ജന പ്രകാശ്, വിനീത് വിശ്വം, ഡയാന ഹമീദ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. മെയ് മാസം 16-ാം തീയതി ഒരു വടക്കൻ പ്രണയ പർവ്വം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ഉണ്ട്. അടുത്ത സിനിമ ഒരു കോമഡി ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു 3D മൂവിയാണ്. ലവ്ലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മാത്യു തോമസ്, അതുപോലെ തന്നെ ഒരു ഈച്ചയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. കഥ, തിരക്കഥ, സംവിധാനം ദിലീഷ് കർണാടനാണ് ഈ സിനിമയുടെ. മെയ് മാസം 16-ാം തീയതിയാണ് ഈ ഒരു ഫാന്റസി മൂവി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇത്രയും സിനിമകളാണ് ഈ ആഴ്ച, അതായത് 15, 16, 17 തീയതികളിൽ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അതുകൂടാതെ കഴിഞ്ഞ ആഴ്ച ഒരു മലയാള സിനിമ റിലീസ് ചെയ്തിരുന്നു. ഞാനത് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു തോന്നുന്നു. ശാന്തമി രാത്രിയിൽ നിന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എസ്തർ അനിലും അതുപോലെ തന്നെ ആടുജീവിതം ഫെയിം ആയിട്ടുള്ള KR ഗോകുലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ജയരാജ് സംവിധാനം ചെയ്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മെയ് മാസം 9-ാം തീയതി ആയിരുന്നു ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിരുന്നത്. ഇപ്പോഴും തിയേറ്ററിൽ ഈ സിനിമ കുറഞ്ഞ തിയേറ്ററിൽ എന്തായാലും ഷോകൾ ഏഡ് ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ ഉണ്ടാവും എന്നുള്ള അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് മെയ് മാസം 15, 16, 17 തീയതികളിൽ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്ന സിനിമകളായിട്ടുള്ളത്. ഈ ഒരു സിനിമകൾ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.